പോച്ചു ഇവിടെ കയറി ഇരുന്നോടാ. എണീറ്റ് വല്ല ജോലിക്കാ കുളിക്കാ പോടാ. എന്താടാ എന്ത് ചെറിയണെന്ത്? അമ്മയുടെ മരുന്ന് തീർന്നെന്ന് പറയണ കേട്ട്. മരുന്ന് വാങ്ങാനെങ്കിലും ഒരു 10 രൂപ കൊണ്ട് കുറ. അമ്മയുടെ മരുന്നിന്റെ പൈസയൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. നിങ്ങൾ കാര്യം നോക്കും. നീ കുറെ കൊണുക്കും. നീ മായ്ക്കാൻ വെച്ചിരുന്ന പൈസ അമ്മയുടെ തലങ്ങണയുടെ അടിയിൽ നിന്ന് അടിച്ചു മാറ്റി ചാരായമായി കുടിച്ചവനില്ലാടാ നീ. അമ്മയുടെ തലേണ അടിയുന്നില്ല ഞാൻ എടുത്തോളൂ. നിങ്ങളുടെ തലേണയും തപ്പാൻ വന്നില്ലല്ലോ. ആ പണമേ ഞാൻ കൊടുത്തതാടാ. എനിക്ക് ദണ്ണമുണ്ട്. നല്ല ചൂര മീന് കൂട്ടി ചോറ് തിന്നാന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ അവര് ചമ്മന്തി അരച്ച് വെച്ചേക്ക. എനിക്ക് വിഷമമുണ്ടാ. നശിപ്പിച്ച് നല്ലൊരു കഥ ആലോചിച്ച് വരായിരുന്നു. അതിനിടയിൽ അയാളെ ചമ്മന്തിയും ചോറും ചൂര മീനും. അവിടെ നില്ല. എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് വെച്ച് ഒരു വീടിന്റെ മൊത്തം ഭാരം എടുത്ത് തല വെക്കാൻ പറ്റൂല. ഞാനിപ്പോ എന്തിനു വേണമെന്നാണ് നിങ്ങൾ ഈ പറയണത്? നീയേ ജോലിക്ക് പോണം. വീട്ടു ചെലവ് നടത്താൻ ഞാൻ പറയണില്ല. കുറഞ്ഞത് അമ്മയ്ക്കുള്ള മരുന്നിന്റെ പൈസയെങ്കിലും നീ തരണം. തന്നേ പറ്റൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്കുള്ള മരുന്നിനുള്ള പൈസ എല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇതുവല്ല അറിയണുണ്ടോ? നീ കുറെ കുണുക്ക തന്നെ. എടാ അവരുടെ ഉപ്പ് കുടുക്ക വരെ അടിച്ചോണ്ട് പോയാലടാ നീ കുടിക്കണത്. ഇയാൾക്ക് അടി ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അനിയനും ചേട്ടനുമല്ലേ എന്തിനിങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കുന്നു? അണ്ണാ യവ തിരക്കഥ സംഭാഷണം മറ്റൊന്നും പറഞ്ഞ അങ്ങ് നടക്കേണ്. വേറെ ഒരു ജോലിക്കും പോവില്ല. വീട്ടു ചെലവാണെങ്കിൽ മുഴുവനും എന്റെ മണ്ടയിൽ. ലാലപ്പ ഇവ സിനിമയൊക്കെ അറിയാൻ നിനക്കും കൂടെ നേട്ടമല്ലേ? നീ ഇവനെ പ്രോത്സാഹിപ്പിച്ചു വിട്. സിനിമയൊക്കെയായിരുന്നു. ഈ ആളൊഴിഞ്ഞു കിടക്കുന്ന കുറ്റിക്കാട്ടിന്റെ ഇടയിൽ വന്ന് സിഗരറ്റ് ഒളിച്ചെന്നാലേ യവ സിനിമയിലല്ല മോഡിലോട്ടേ കെട്ടിയെടുക്കൂ. ഇപ്പൊ മനസ്സിലായ? അല്ല മെമ്പർ എന്ത് ഈ പണയുടെ ഇടയിൽ കൂടെ ഒക്കെ? അത് നമ്മുടെ വനജയുടെ വീട് വരെ ഒന്ന് പോയത്. ഓ വനജേന തൊഴിലുറപ്പിന് വിളിക്കാൻ പോയത്. നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. നടക്കട്ടെ. 4 പേരും കൂടി എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോലിക്ക് പോകുന്നതും പോകാത്തതും തമ്മിലുള്ള പ്രശ്നം. ജോലിക്ക് പോകുന്നതും പോകാത്തതും തമ്മിലുള്ള പ്രശ്നം അതെന്ത്? മെമ്പറെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. മെമ്പർ പാർട്ടിയുടെ പിരിവിന് വീട്ടിൽ വന്നപ്പോ ഫണ്ട് തന്നതാര്? ലാലപ്പൻ തന്നല്ലോ, ഒരു സംശയമില്ലല്ലോ. പിന്നെ പഞ്ചായത്തില് റേഷൻ കാർഡിന്റെ ഫോമിന് ആദ്യം പൈസ അടച്ചതാര്? ലാലപ്പൻ തന്നെ. ഉറപ്പാണല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ചോദിക്കാതിരിക്കാൻ പറ്റൂല. എന്റെ വീട്ടില് 25,000 രൂപ കക്കൂസിന് റെഡിയായപ്പോ അന്ന് 500 രൂപ മെമ്പറിന് കൈക്കൂലിയായി തന്നത് ആരാണ്? മെമ്പർ പറഞ്ഞേ ലാലപ്പൻ തന്നെയല്ലേ? തന്നല്ലോ. അതറിഞ്ഞാ മതി. അല്ല ഇവിടത്തെ ഇപ്പൊ പ്രശ്നം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, ഏവൻ ജോലിക്ക് പോവേയില്ല. അപ്പൊ ഇവ എവിടെയെങ്കിലും ജോലിക്ക് പോണം. ഇവൻ ജോലിക്ക് പോണം. എനിക്ക് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റൂല. അതുതാ ഇങ്ങേർക്കറിയാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കണത്. നീ എന്തടേ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാത്തേ? എന്തെങ്കിലും ജോലി വേണ്ടേ? ജോലി ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ പറ്റിയൊരു ജോലി തരാം. നിനക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റും. കൊള്ളാം. അടിപൊളി. തുടരും സിനിമ പോലെ നല്ലൊരു കഥ ആലോചിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു സിനിമ എടുക്കാൻ വേണ്ടി പിന്നെയാണ് തൊഴിലുറപ്പിന് പോകാൻ പോണത്. നിങ്ങൾ